ബാക്ക് ടു രഞ്ജു അഖിൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറേഞ്ച് മാരേജ് ആണോ ബെറ്റർ, ലവ് മാരേജ് ആണോ ബെറ്റർ, ഏതാണ് നല്ലത് എന്ന് ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഗൈസ്, ഈ അറേഞ്ച് മാരേജും കണക്കാണ്, ലവ് മാരേജും കണക്കാണ്. രണ്ടിനും ഗുണമുണ്ട് ദോഷമുണ്ട് എന്നുള്ളതാണ് വാസ്തവമായിട്ട് സത്യമായിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അതായത് ഞാൻ ഇപ്പം പറയാൻ വേണ്ടി പോകുന്ന ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലവ് മാരേജിനെ കുറിച്ച് നമുക്ക് പറയാം. അതായത് ഈ ലവ് മാരേജ് കഴിഞ്ഞ ആൾക്കാർ പല പല കാറ്റഗറിയിലുണ്ട്. അപ്പം കുറേ ലോങ് ടൈം പ്രണയിച്ചിട്ട് കല്യാണം കഴിക്കുന്നവരുണ്ട്, ഷോർട്ട് ടൈമായിട്ട് പ്രണയിച്ച് കല്യാണം കഴിക്കുന്നുണ്ട്. ഏത് കാറ്റഗറിയിലാണെങ്കിലും കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ലവ് മാരേജ് ആണെങ്കിൽ ലവ് മാരേജ് തന്നെയാണല്ലോ. അപ്പം ഈ ലവ് മാരേജ് കഴിയുന്ന സന്ദർഭത്തിൽ കുറേ ഒട്ടനവധി ട്രാജഡികളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ട് കല്യാണം കഴിക്കുന്നതാണ് ഓൾമോസ്റ്റ് ഒരു 95% ആൾക്കാർ. എങ്കിൽ പോലും ഏത് കുട്ടികളാണെങ്കിലും ഏത് ആൾക്കാരാണെങ്കിലും സ്നേഹിച്ച് കഴിഞ്ഞാൽ ഒരു പാരൻസും ആദ്യമേ സപ്പോർട്ട് ചെയ്യത്തില്ല. അയ്യോ മകളെ നീ അല്ലെ മകനെ നീ പ്രേമിച്ചോ എന്ന് ഒരിക്കലും ആരും പറയാറില്ല, ആരും സപ്പോർട്ട് ചെയ്യാറില്ല. എങ്കിൽ പോലും അവർ സ്നേഹിച്ച് കഴിഞ്ഞ് ഓക്കെ ആണെങ്കിൽ പാരൻസ് നല്ല ഒരു ഇഷ്ടപ്പെടുന്ന കുഴപ്പമില്ലാത്ത രീതിയിലാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവർ കെട്ടിച്ചു കൊടുക്കും. എങ്കിലും എന്താ പറയുക, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അവർ അത് സോൾവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിച്ചു കൊടുക്കും. എന്നാൽ മറ്റൊരു കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സ്നേഹിച്ച് കുറേ കാലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പാരൻസിൻ്റെ പ്രശ്നങ്ങളാൽ അല്ലെങ്കിൽ അവർ അന്വേഷിച്ച് കഴിയുമ്പോൾ പാരൻസിനെ നമ്മൾക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവർ അന്വേഷിച്ച് കഴിയുമ്പോൾ നമ്മളുടെ കുട്ടികൾ ഏതാണെങ്കിലും മകനാണെങ്കിലും മകളാണെങ്കിലും അവരെ എപ്പോഴും സേഫർ സൈഡിലായിരിക്കാനേ അവർ ആഗ്രഹിക്കുകയുള്ളൂ, അങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പം അതിൻ്റെ പേരിൽ കുറേ പേരുടെ ഇപ്പം ഈവൻ എനിക്കറിയാവുന്ന ആൾക്കാരാണെങ്കിൽ പോലും കുറേ പേരുടെ ലവ് ഫെയിലിയർ ആയിട്ടുണ്ട്. കാരണം പാരൻസ് കാരണം, അല്ലെങ്കിൽ പാരൻസ് കാരണം എന്ന് പറയാൻ കാരണം അവരത് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് നിങ്ങൾക്ക് പറ്റിയ അനുയോജ്യമായിട്ടുള്ളൊരു ബന്ധമല്ലെന്ന് പറഞ്ഞ് ഡെഫിനറ്റ്ലി അവർ അത് റിജക്റ്റ് ചെയ്യും. അപ്പം ആ ഒരു സന്ദർഭത്തിൽ കുറേ ആൾക്കാർക്ക് വിഷമങ്ങളായി, ബുദ്ധിമുട്ടുകളായി, ഇനി ലൈഫിൽ വേറൊരു മാരേജ് ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ എനിക്കറിയാവുന്നുണ്ട്. പക്ഷെ പിന്നീട് അവർ കല്യാണം കഴിച്ച് മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവർക്കൊരു നല്ലൊരു ജീവിതം കിട്ടുന്നതായിട്ട് കാണാം. പിന്നെ വേറൊരു കാര്യം, ഇതിലൊക്കെ ഏറ്റവും വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമുണ്ട്, നമുക്ക് വിധിച്ചതാണെങ്കിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. പിന്നെ ഈ കല്യാണം ആഫ്റ്റർ ലവ് മാരേജ് കഴിഞ്ഞ വ്യക്തികളില്ലേ, ഒരിക്കലും ഒരുത്തനും ഒരുത്തിയും അവനവൻ്റെ തനി സ്വഭാവം ഈ പ്രണയിച്ച് നടക്കുമ്പോൾ കാണിച്ചു കൊടുക്കൂല. ഒരു 90% എങ്കിലും കാണിച്ചു കൊടുത്താലും എന്നാലും ഉണ്ടാവും ഹൈഡ് ചെയ്ത് ഒരു 10%. ഈ തനി സ്വഭാവം കാണണമെങ്കിൽ ആഫ്റ്റർ മാരേജ് ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് മനസ്സിലാക്കുകയുള്ളൂ. പിന്നെ ഈ ലവ് മാരേജ് കഴിയുമ്പോഴുള്ള പാരൻസ് ഓൾറെഡി പറയും, അവർ കുറേ വാർണിംഗ് ഒക്കെ തരും. ഓക്കെ എന്തായാലും കെട്ടിച്ച് തരാം, സ്നേഹിച്ചതല്ലേ, കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ ഡയലോഗുകളൊക്കെ പറയുക, കുഴപ്പമില്ല കെട്ടിച്ചേക്കാം, പക്ഷേ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിൻ്റെ മാത്രമാണെന്ന് പാരൻസ് പറയും. എന്നാൽ പോലും ഈ പാരൻസിലെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും കേട്ടോ. അതൊരു വളരെ സത്യമായിട്ട്, കാരണം അവർ നമ്മുടെ പാരൻസാണ്, അവർ നമ്മുടെ കാരണവന്മാരാണ്. അവർക്കറിയാം നമ്മളുടെ അവസ്ഥകൾ. എത്രയൊക്കെ പറഞ്ഞിട്ടും ചിലപ്പം ചിലർ ആഫ്റ്റർ മാരേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പം മിണ്ടിന്ന് വരില്ല, കുറേ പ്രശ്നങ്ങളൊക്കെ നേരിട്ടേക്കാം. എങ്കിലും അവളുടെ മകനോ മകളോ എന്തെങ്കിലും പ്രശ്നത്തിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. എന്നാൽ നമ്മുടെ അറേഞ്ച് മാരേജോ ഇതേപോലെ തന്നെ എന്ന് തന്നെ പറയാം. കാരണം ഈ അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരൻസിൻ്റെ ഇഷ്ടപ്രകാരം പല കാരണത്താലൊക്കെ നോക്കി അറേഞ്ച് ചെയ്ത് സെറ്റായി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് കെട്ടിച്ച് കഴിയുമ്പോൾ കുഴപ്പമില്ല, ദൈവാനുഗ്രഹത്താൽ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോയാലും ഇവരുടെ കുടുംബജീവിതത്തിൽ ഇഷ്ടാനവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. കാരണം ഈവൻ അറേഞ്ച് മാരേജ് ആയ കല്യാണം കഴിച്ച് ഓക്കെ ആണെന്ന് പറഞ്ഞാലും അവരുടെ ഫാമിലിയിലേക്ക് പിന്നീട് കുറേ ഒട്ടനവധി പ്രശ്നങ്ങൾ വന്നേക്കാം. ഒന്നെങ്കിൽ പാരൻസിന് അവർ ഭാവിയിലേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ കയറി വരുന്ന മരുമോൾക്ക് അവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മരുമോൻ അവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ടാവും. പിന്നെ അവരുടെ കഴിഞ്ഞു പോയ കാലത്തെ പല ഹിസ്റ്ററികൾ അറിഞ്ഞു കഴിയുമ്പം പിന്നെ പൊട്ടിത്തെറികളുണ്ടാകാം. അപ്പോൾ അറേഞ്ച് മാരേജും ലവ് മാരേജും കണക്കാന്ന് തന്നെ പറയാം. പക്ഷെ ഇതിലൊക്കെ ഞാൻ ബിലീവ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, നമുക്ക് നമ്മുടെ ദൈവം അനുവദിച്ച ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിൽ
അത് കല്യാണം നമ്മൾ കഴിക്കേണ്ടതാണെങ്കിൽ അത് നടന്നിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും അത് നടന്നിരിക്കും. പക്ഷേ പിന്നെ ഒരിക്കലും നമ്മളുടെ ഭാവിയെക്കുറിച്ച് നമുക്ക് മുന്നേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ ആഫ്റ്റർ മാരേജ്, ഇപ്പം അറേഞ്ച് മാരേജ് കഴിച്ച ആൾക്കാരാണെങ്കിലും ലവ് മാരേജ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും നമുക്ക് ഒരിക്കലും നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഈവൻ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നാളെ എൻ്റെ ലൈഫ് എന്തായി തീരുമെന്ന് പറയാൻ പറ്റത്തില്ല. ഹോപ്പ്ഫുള്ളി എല്ലാം നന്നാകും എന്നുള്ള രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ആരെങ്കിലും എന്താ ഉള്ളിൻ്റെ ഈ തോല് പൊളിച്ച് നോക്കുന്ന പോലെ നമ്മൾക്ക് ആരുടെ മനസ്സ് ഈവൻ കെട്ടിക്കഴിഞ്ഞാലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ലൈഫിൽ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന കുറേ അനവധി കാര്യങ്ങളുണ്ട്. കുറേ ട്രാജഡികളും കുറേ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവപ്പെടുന്ന ഇഷ്ടമനവധി ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് ആസ് എ പേഴ്സൺ എന്ന രീതിയിൽ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്, ബി പോസിറ്റീവ്. വരുന്നതിനെക്കുറിച്ച് വരുമ്പം നമുക്കത് മുന്നേറാനുള്ളൊരു കാര്യത്തിന് വേണ്ടി നമ്മളെപ്പോഴും പ്രിപ്പയർ ആയിരിക്കുക. ഭാവിയിലേക്ക് എന്ത് വരും എന്നതിനെക്കുറിച്ച് നമ്മൾ വറീഡ് ആകാതെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചേക്കാം എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് മെൻ്റലി ഡിപ്രസ്ഡ് ആവും. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്കൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോവും. അതിനാൽ വരുന്നത് എന്താണോ എന്തായിക്കോട്ടെ അതിനെ മുന്നേറാനുള്ള ഒരു കരുത്തിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ആയിക്കോളുക. അപ്പോൾ നമുക്ക് ഭാവിയിൽ എന്ത് സംഭവിച്ചാലും നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് ചെയ്ത് തരണം ചെയ്ത് പോകാനുള്ളൊരു കപ്പാസിറ്റി കിട്ടുമെന്ന് തന്നെ പറയാം. അപ്പം ഏത് മാരേജ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും എല്ലാം കണക്ക് തന്നെയാണ്. നമ്മൾ എങ്ങനെയാണോ മുമ്പോട്ട് അതിനെ മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നത്, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്, അതനുസരിച്ചായിരിക്കും. ഇപ്പം നമ്മൾ ഒരു കുടുംബജീവിതത്തിലാണെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ കണ്ടാണ്ട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവുകയാണെങ്കിൽ കുഴപ്പമില്ലാതെ പോകും. പക്ഷെ ചെറിയ കാര്യങ്ങൾ നമ്മൾ അത് വീർപ്പിച്ച് പെരുപ്പിക്കാൻ നിന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അത് പൊട്ടിത്തെറിക്കും. പിന്നെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഫീലിങ്സ് കാരണം നമ്മൾ മറ്റുള്ളവരോട് പറയും. അപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ കുഴപ്പമില്ല, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ പല കഥകൾ പലരോടും പറഞ്ഞെന്നിരിക്കും. പക്ഷെ മക്കളെ ഓർത്തോളുക, ബി കെയർഫുൾ. ബിക്കോസ് എന്തെങ്കിലും മറ്റു സാഹചര്യത്തിൽ ഈ പറഞ്ഞ് കേട്ട് സപ്പോർട്ട് ചെയ്തവർ നമ്മളെ തിരിച്ചടിക്കും. അതിനാൽ നമ്മൾ എപ്പോഴും നമ്മൾക്ക് വേണ്ടി തന്നെ ജീവിക്കുക. നമ്മൾ മറ്റുള്ളവരുടെ സപ്പോർട്ട് ഒരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് മുമ്പോട്ട് പോയേക്കരുത്. നമ്മൾ കോൺഫിഡൻസായി നമ്മൾ പോസിറ്റീവായി വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എല്ലാം അടിപൊളിയായിട്ട് നടക്കും. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.